പക്ഷേ അവിടെ പോകുമ്പോൾ ഇങ്ങനൊരു ട്വിസ്റ്റ് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വരുന്നെങ്കിൽ അതവൻ തന്നെ മതിയെന്ന്. എന്താ, നിനക്കതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ ദേ ഇപ്പൊ പറയണം. ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്റെ കല്യാണം നടത്താനാണോ? പിന്നല്ലാതെ. കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ട് എത്തിച്ചത് നീയല്ലേ. അപ്പൊ പിന്നെ നിന്റെ കല്യാണം നടത്തുന്നത് തന്നെയാ നിന്റെ ഭാവിക്ക് നല്ലത്. അപ്പൊ എന്റെ പഠിത്തോ? അതെന്താ, കല്യാണം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? ഭാനു, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാന്നുള്ളതാ. അതുകൊണ്ട് ഇനി മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല.